ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പം ഈ വർഷം JDC HDC കഴിഞ്ഞവർ, അതുപോലെ തന്നെ ഇപ്പം നിലവിൽ HDC JDC ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇപ്പം നിങ്ങൾ നിലവിൽ എങ്ങനെയാണ് ഇപ്പം HDC JDC ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ എങ്ങനെ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യണം, അതുപോലെ തന്നെ സഹകരണ മേഖലയിൽ CACB എക്സാമുകൾ അല്ലാതെ മറ്റ് അവസരങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ ഇവിടുത്തെ ജോലി സാധ്യത, കോപ്പറേറ്റീവ് സെക്ടറിലെ ജോലി സാധ്യതകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പം നിലവിലത്തെ ആദ്യം എനിക്ക് പറയുവാനായിട്ടുള്ളത് ഈ ഒരു വർഷം HDC JDC കഴിഞ്ഞവരോടാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ നിലവിൽ CACB എക്സാമുകൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ പുതുതായിട്ട് വന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ തന്നെ PSCയിൽ നമുക്ക് അവസരങ്ങളുണ്ട്. ഏതൊക്കെയാണ് ഇപ്പൊ നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്? കേരള KS കാർഡ് അസിസ്റ്റന്റ് ഉണ്ട്, അതുപോലെ JCI ഉണ്ട്. അങ്ങനെ രണ്ട് അവസരങ്ങൾ. പിന്നെ മിൽമയിലും അവസരങ്ങൾ വന്നിട്ടുണ്ടല്ലേ. അപ്പൊ ഇത്രയും സഹകരണ മേഖലയിൽ കുറച്ചധികം പരീക്ഷകൾ നടക്കുവാനായിട്ടിരിക്കും. നിങ്ങളൊക്കെ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ചില പോസ്റ്റ് ഇപ്പം മിൽമയുടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യുവാനായിട്ടുമുണ്ട്. അപ്പം നിലവിൽ ഇപ്പം HDC JDC കഴിഞ്ഞവരെന്ത് ചെയ്യുക, ഇതിനൊന്ന് അപ്ലൈ ചെയ്തേക്കുക. അതിനുശേഷം കൃത്യമായി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വെറും 6 മാസത്തിനകം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് പറ്റും. അപ്പൊ അതിനൊരു ചിട്ടയായ പഠനമാണ് വേണ്ടത്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ സഹകരണ മേഖലയിൽ ഇതുവരെയുള്ള അല്ലെങ്കിൽ ഈ വരുന്ന വർഷങ്ങളിൽ എത്രത്തോളം ആളുകൾ റിക്രൂട്ടഡ് ആവുന്നു അല്ലെങ്കിൽ പ്ലേസ്ഡ് ആവുന്നു എന്നൊരു ജസ്റ്റ് ഒരു കണക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് JCയുടെ റാങ്ക് ലിസ്റ്റ് വന്നു. ഇപ്പൊ അടുത്ത മാസം 2 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യും, അതിന്റെ അഡ്വൈസുകൾ പോകും. ഏറെക്കുറെ ആ ലിസ്റ്റിൽ നിന്നും 3 വർഷ കാലാവധിയുള്ള ലിസ്റ്റിൽ നിന്നും നമുക്ക് പോകുവാനായിട്ട് പോകുന്നത് ഒരു 200 അടുത്ത വേക്കൻസികളാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ കേരള ബാങ്കിന്റെ നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നു. അതിലിപ്പോ നിലവിൽ 400 പേർക്കോളം എന്ത് പോയിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. അതുപോലെ ഇനി വരാൻ പോകുന്നത് നമ്മുടെ CACB എക്സാമുകളുടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 പരീക്ഷകൾ വീതമാണ് ഈ ഒരു കഴിഞ്ഞ വർഷം നടന്നത് അല്ലെ. അപ്പൊ അതിന്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പൊ നമുക്ക് ഓഗസ്റ്റ് മാസം നടന്നതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു. ഏറെക്കുറെ നമുക്ക് ഈ 2025 ഈ വർഷം എക്സാം നടന്നതിൽ നിന്ന് നമുക്ക് പ്ലേസ്ഡ് ആകാനായിട്ട് പോകുന്ന ആളുകളുടെ എണ്ണം ഏറെക്കുറെ 700-800 റേഞ്ചിലാണ്. നിങ്ങളെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ 600, അതുപോലെ 700, 1300ഓളം വേക്കൻസികളാണ് സഹകരണ മേഖലയിൽ ഈ ഒരു കഴിഞ്ഞ വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് JC എന്താണ് ഇനി നമുക്ക് വരാനുള്ള വേക്കൻസികൾ, ആന്റിസിപ്പേറ്റഡ് വേക്കൻസികളാണ്. അതുപോലെ ഇനി KS കാർഡ് ഉണ്ട്, JCI ഗാദിയൻ വില്ലേജും നമുക്ക് നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന്റെ അകത്ത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസികളാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാം. അതും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം, കൃത്യമായി ഒന്ന് പഠിച്ചു പോകണം. കാരണം നിങ്ങളെ സംബന്ധിച്ച് ബാക്കിയുള്ള ആളുകളെക്കാളും കുറച്ച് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങൾക്ക് കോപ്പറേഷൻ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളൊരു ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ ഡിഗ്രിയും അതിനോടൊപ്പം തന്നെ HDCയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമുകൾക്ക് കൂടി തയ്യാറെടുക്കുവാനായിട്ട് പറ്റും. അപ്പം കൈ നിറയെ അവസരങ്ങളാണ് ഇപ്പൊ HDC കഴിഞ്ഞിറങ്ങിയവർക്കും അതുപോലെ ഇനി HDC കഴിഞ്ഞ് ഇറങ്ങുവാനായിട്ട് പോകുന്നവർക്കും. അപ്പം ഇപ്പൊ നിലവിൽ HDC JDC ചെയ്തുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ആ ക്ലാസ്സുകളോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പഠനം കൂടി മുൻപോട്ട് കൊണ്ടുപോകുക. CACB എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളിപ്പം HDC JDC കഴിഞ്ഞ് ഉടനെ വരുന്ന നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്ത് എക്സാം എഴുതി കഴിഞ്ഞാൽ ആദ്യ ശ്രമത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേസ്ഡ് ആകുവാനായിട്ടുള്ള അവസരമുണ്ട്. കാരണം ഞാനിപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബൾക്കായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, ആ സഹകരണ മേഖലയിൽ ജോലിയിൽ കയറുന്നതാണ്. ഇപ്പൊ ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും, കുറച്ചധികം ആളുകൾ പ്ലേസ്ഡ് ആവും. അപ്പം അവിടെ ഒരു കോമ്പറ്റീഷൻ, എല്ലാ വർഷവും കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. ഓരോ വർഷം HDC JDC കോഴ്സുകൾ കഴിഞ്ഞിറങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. അതുപോലെ BCom കോപ്പറേഷൻ പഠിച്ചിറങ്ങുന്ന ആളുകൾ കൂടുതലാണ്. അതുപോലെ BCom കഴിഞ്ഞതിന് ശേഷം ഇൻ ഫിനാൻസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അതിനുശേഷം അഡീഷണൽ എലക്റ്റീവായിട്ട് കോപ്പറേഷൻ എടുക്കുന്ന ആളുകളുടെ എണ്ണവും കൂടുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വേറൊന്നുമല്ല, നമ്മൾ ജനറൽ PSCനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കോമ്പറ്റീഷൻ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ് അല്ലെ. അതുപോലെ തന്നെ വരുന്ന അവസരങ്ങൾ നമുക്ക് PSCയിലെ നമുക്ക് വേക്കൻസികളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, കമ്പനി ബോർഡ്, LGS അത്തരം പോസ്റ്റുകൾക്കാണ് കൂടുതൽ അഡ്വൈസുകൾ അല്ലെങ്കിൽ കൂടുതൽ അപ്പോയിന്റ്മെന്റുകൾ നടക്കാറുള്ളത്. എന്നാൽ നമ്മുടെ ഒരു ഓപ്പറേറ്റീവ് ഫീൽഡിലേക്ക് CACB ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സഹകരണ മേഖലയിലെ എക്സാമുകൾക്ക് കൂടുതൽ അഡ്വൈസുകൾ പോകുന്നു, കൂടുതൽ ആളുകൾ പ്ലേസ്ഡ് ആകുന്നു എന്നത് തന്നെയാണ് കൂടുതൽ ആളുകൾ ഈ ഒരു സഹകരണ മേഖല ചൂസ് ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണം.
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഒട്ടും പിന്നിലേക്ക് പോകരുത്. അതായത് നിങ്ങളുടെ പഠനം തുടങ്ങുന്നതിന് വേണ്ടി നിങ്ങൾ ഒട്ടും താമസിക്കരുത്. ഇൻ കേസ് ഞാൻ HDC കഴിയട്ടെ, അല്ല എങ്കിൽ ഞാൻ JDC കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ CACB എക്സാം അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കുള്ള പ്രിപ്പറേഷൻസ് മാറ്റി വെക്കരുത്. ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു പോവുകയാണ് എങ്കിൽ നിങ്ങൾ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആദ്യത്തെ എക്സാമിൽ തന്നെ നിങ്ങൾക്ക് പ്ലേസ്ഡ് ആകുവാനായിട്ട് പറ്റും. അപ്പൊ അതിന് നിങ്ങളെ എങ്ങനെയാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പറയുന്നു, CACB എക്സാമിന്റെ ജൂനിയർ ക്ലർക്ക് ആയിക്കോട്ടെ, അസിസ്റ്റന്റ് സെക്രട്ടറി ആയിക്കോട്ടെ, അതുപോലെ ഗാദിയ ബോർഡ് JC ഗാദിയൻ വില്ലേജ്, അതുപോലെ KS കാർഡിന്റെ അസിസ്റ്റന്റ്, ഇപ്പൊ ഏത് പോസ്റ്റ് ആണ് എങ്കിലും അതിനെ നിങ്ങളെ തയ്യാറെടുക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ CC ചൂസ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നതിന് കാരണം, നമ്മുടെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ തന്നെയാണ്. മറ്റ് എങ്ങും ഇല്ലാത്ത പോലെ അവർക്കൊരു നമ്മുടെ ഒരു ഓഫ്ലൈൻ ക്ലാസിന്റെ അതേ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ലൈവ് ക്ലാസ്സുകൾ നമ്മുടെ സ്റ്റുഡൻസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ഫാക്കൽറ്റീസും സ്റ്റുഡൻസുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇത് എന്റെ ഒരു ആസ് എ ഫാക്കൽറ്റി ഞാൻ പറയുന്നതല്ല, നമ്മുടെ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്കുകൾ അങ്ങനെയാണ്. അവർക്കൊരു ലൈവ് ക്ലാസ് എന്നതിനേക്കാൾ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ് എന്നതിനേക്കാൾ കൂടുതലായിട്ടും ഒരു ഓഫ്ലൈൻ അവർ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നതിന്റെ ആ ഒരു വൈബ് അവർക്ക് കിട്ടുന്നു എന്നാണ് പറയുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ എന്ത് കിട്ടും, നമ്മൾ അതിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ PDF നോട്ടുകൾ, ഓരോ ലൈവ് ക്ലാസ്സുകളുടെയും PDF നോട്ടുകൾ, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ, ഡെയിലി വർക്കൗട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ ചെറിയ ചെറിയ ടാസ്കുകൾ നമ്മൾ തരുന്നു. എന്തിനാണ് ഈ ഒരു ടാസ്കുകൾ കൊടുക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക അല്ലെ? എക്സാമിന് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എക്സാമിന് പ്രീവിയസ് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി എക്സാം കൂടാതെയാണ് ഞാൻ ഈ പറയുന്ന ഒരു ടാസ്ക് അല്ലെങ്കിൽ വർക്കൗട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു ഫീച്ചറാണ് നമ്മുടെ ഡെയിലി എക്സാമും മോഡൽ എക്സാമും. നമുക്ക് CACB എക്സാമിന്റെ അതേ മാതൃകയിലാണ് നമ്മൾ നമ്മുടെ മോഡൽ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അത് എല്ലാ വീക്കും നമ്മൾ മോഡൽ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ മെന്റർഷിപ്പ് പ്രോഗ്രാം, നമ്മൾ മെന്റർഷിപ്പ് പ്രോഗ്രാമിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഓരോ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഒരേ പ്രശ്നങ്ങളുള്ള സ്റ്റുഡൻസിനെ എന്ത് ചെയ്യും, ഓരോ കാറ്റഗറി ആയി തിരിച്ചുകൊണ്ട് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ പ്രധാനമായിട്ടൊരു ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ ഒരു A എന്നൊരു കാറ്റഗറിയിൽ പെടുത്തുന്നു. അടുത്ത ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഹൗസ് വൈഫ് ആയിട്ടുള്ള ആളുകളെയാണ്. മൂന്നാമത് ഹൗസ് വൈഫ് ആണ്, എന്നാൽ അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, ജോലിയും ചെയ്യുന്ന ആളുകളെ C എന്ന് കാറ്റഗറി ചെയ്യുന്നു. അടുത്തത് വർക്ക് ചെയ്യുന്ന ആളുകളെ, അങ്ങനെ ഇങ്ങനെ 4 കാറ്റഗറി. ഓരോ ആളുകളും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഡിഫറെന്റ് ആണ്. ഞാനിപ്പം ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാൽ ഇതിൽ തന്നെയും വിഭിന്നമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളുണ്ട്. അപ്പൊ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ എന്താണ്, പഠനത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അവർക്ക് ഏത് ഭാഗത്ത് നിന്നുമാണ് മാർക്ക് കുറയുന്നത്, എന്തുകൊണ്ടാണ് അവർക്ക് മാർക്ക് കുറയുന്നത് എന്ന് നമ്മൾ കൃത്യമായി മെന്റർഷിപ്പ് ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട സൊല്യൂഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി ഈ ഒരു സബ്ജക്ട് ഞാൻ വീക്കാണ് അല്ലെങ്കിൽ എനിക്ക് ആ ഒരു സബ്ജക്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നു. ഇപ്പൊ നമ്മളെ ഇപ്പം ഒരു C എന്ന കാറ്റഗറിയിലുള്ള ആളുകൾക്ക് കോപ്പറേറ്റീവ് ലോയിലെ ഒരു ഭാഗം ഡൗട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകണമെങ്കിൽ ഒന്നുകൂടി ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തെങ്കിലേ മനസ്സിലാകൂ എന്ന് നമ്മുടെ മെന്റർഷിപ്പിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കോഡുകൾ വെച്ചുകൊണ്ട്, മറന്നു പോകാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ നമ്മൾ കോഡുകളൊക്കെ വെച്ചുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മുടെ മെന്റർഷിപ്പ് ക്ലാസ്. അപ്പം മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ പേപ്പർ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് GK ഇംഗ്ലീഷ് മാത്സ് എന്ന പോർഷൻ ആണ് അല്ലെ. അപ്പം സഹകരണ മേഖലയിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് സബ്ജക്ട് ഭാഗം അത്യാവശ്യം സ്കോർ ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ഇംഗ്ലീഷ് മാത്സ് GK കുറച്ച് ബുദ്ധിമുട്ടാണ്, ബാലികേറ മലയാണെന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അവരെ പോലും, അങ്ങനെയുള്ള ആളുകളെ പോലും നല്ല രീതിയിൽ GK ഇംഗ്ലീഷ് മാത്സ് സ്കോർ ചെയ്യുവാനായിട്ട് പ്രാപ്തമാക്കുന്ന രീതിയിലാണ് നമ്മുടെ ഇംഗ്ലീഷ് മാത്സ് GK ക്ലാസ്സുകൾ. അതിനെല്ലാം കൃത്യമായ ഇടവേളകൾ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് നമ്മൾ വർക്കൗട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ഒരു ബാച്ചിന് ഉള്ളത്. അപ്പൊ നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മന്തിന്റെ ബാച്ചുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, 6 മന്ത്. ഞാനിപ്പം ഒരു ബിഗിനർ, നിങ്ങളെ സംബന്ധിച്ച് HDC JDC കഴിഞ്ഞിട്ട് വന്ന ആളുകളാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ഒരു ബിഗിനേഴ്സ് ബാച്ച്, 6 മന്തിന്റെ ബാച്ച് എടുക്കുകയാണ്. അപ്പം
ഓൾറെഡി കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ ഒരു വർഷം HDC JDC കഴിഞ്ഞവരും അതുപോലെ ഇപ്പൊ നിലവിൽ JDC HDC ചെയ്തുകൊണ്ടിരിക്കുന്നവർ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ നിങ്ങളുടെ പഠനത്തോടൊപ്പം ഇപ്പോൾ ഓൾറെഡി പഠിക്കുന്നവനാണെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുവാനായിട്ട് പറ്റും. അതുപോലെ HDC JDC ചെയ്ത ആളുകൾക്ക് മറ്റൊരു ബുദ്ധിമുട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അക്കൗണ്ടൻസിയാണ്. കാരണം കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ല, എന്നാൽ നമ്മുടെ മുൻപിലുള്ള അക്കൗണ്ടൻസിയുടെ സിലബസ് ഒരു ബാലികേറ മലയായിട്ട് നിങ്ങൾക്ക് തോന്നാം. അങ്ങനെയുള്ള ആ ഒരു അക്കൗണ്ടൻസിനെ പോലും വളരെ ക്യാപ്സൂൾ പരുവത്തിലാക്കി 20ൽ 20 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഒരു ക്ലാസ്സുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് 20ൽ 20 മാർക്ക് നമുക്ക് അക്കൗണ്ടൻസിയിൽ സ്കോർ ചെയ്യാമെന്നത് ഉറപ്പാണ്. അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ അങ്ങനെ 20ൽ 20 മാർക്കും എല്ലാ സബ്ജക്റ്റിനും ഫുൾ മാർക്ക് സ്കോർ ചെയ്യുവാനായിട്ട് പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഓരോ ക്ലാസ്സുകളും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്യുന്നത്. നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണ്? ഇപ്പം ബികോംകാരുടെ റിക്വയർമെന്റ് അല്ല HDC JDC കഴിഞ്ഞവർക്കുള്ളത്. അപ്പൊ ഓരോരുത്തരുടെയും റിക്വയർമെന്റ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഒരു കോഴ്സിനെ കുറിച്ചും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ നമ്മുടെ ഒരു ബോർഡ് നമ്പർ കൊടുത്തു. ആ നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിയാം. അതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു നമ്മുടെ പഠനം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഒരു സ്റ്റഡി ഗ്രൂപ്പിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ ക്ലാസ്സുകൾ ചെറിയ ചെറിയ നോട്ടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ സഹകരണ മേഖലയിലെ ഏത് പരീക്ഷയായിക്കോട്ടെ, PSCയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ CSEBയുടെ ആയിക്കോട്ടെ, ഏത് പരീക്ഷയാണെങ്കിലും നിങ്ങളെ സഹായിക്കുവാനായിട്ട് ഇവിടെ CC ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു ചാനൽ ഫോളോ ചെയ്തിരിക്കുക. അപ്പൊ നമ്മുടെ ഒരു ബോർഡ് നമ്പർ ഉണ്ട്, ആ ഒരു നമ്പർ കൂടി നിങ്ങൾ എന്ത് നോട്ട് ചെയ്തിട്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ എടുക്കുവാനായിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും. ആ നമ്പർ ഞാനൊന്ന് പറയാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കുക. 8921440580 8921440580 ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്